നമുക്കറിയാം ഇനി നമ്മൾ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവിടെ പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫോളോ ചെയ്തൊരു വാർത്തയായിരുന്നു ഈ സനാതന ധർമ്മത്തിന്മേലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ പ്രസ്താവന. അതുമായി ബന്ധപ്പെട്ട് സമുദായ നേതാക്കന്മാരെല്ലാം അതെ, അതാണിപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ CPM-ൽ. കാരണം മുഖ്യമന്ത്രിക്ക് പിന്നാലെ സംസ്ഥാന സെക്രട്ടറി കൂടി ഇത്തരം ഒരു പരാമർശം നടത്തിയപ്പോൾ അത് CPM-നുള്ളിൽ കൂടി വളരെ വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാർട്ടിയുടെ അടിത്തറയെ പോലും ഇത് ഇളക്കിയെടുക്കാൻ സാധ്യതയുണ്ട്. കാരണം വലിയൊരു സമൂഹത്തെയാണ് അധിക്ഷേപിക്കുന്നത്. അവരുടെ വിശ്വാസങ്ങളിലേക്കും അവരുടെ ആചാരങ്ങളിലേക്കും അനാവശ്യമായി കടന്നു ചെല്ലുന്ന ഈ CPM-ന്റെ നേതാക്കന്മാരുടെ പ്രവണത ശരിയല്ല എന്ന് പാർട്ടിയിൽ നിന്ന് കൂടി ശബ്ദങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിൽ അത് വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെയായിരുന്നു ഒരു ഭൂഷണമായിട്ട് കൊണ്ടു നടക്കുന്നവരെ എന്ത് പറയും എന്നുള്ളതാണ്. നോക്കൂ, ഈ സനാതനധർമ്മം വർത്തമാനകാലത്തെ അശ്ലീലമായി മാറി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പറയുന്നത്. ഉത്തരവാദപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് MV ഗോവിന്ദൻ. മാത്രമല്ല, ഇപ്പൊ നോക്കൂ, ഈ ഹിന്ദുക്കളുടെ വോട്ടുകൾ മൊത്തം BJP-ക്കല്ല ലഭിക്കുന്നത്. ഹിന്ദുക്കളുടെ വോട്ടുകൾ കേരളത്തിൽ CPM-ന് ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ ഹിന്ദു ധർമ്മത്തെ, ഹൈന്ദവ ജനതയെ അധിക്ഷേപിക്കുന്ന ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്. അതെ, ഒരു സമൂഹത്തെയും അടച്ചാക്ഷേപിക്കാൻ പാടില്ല. പക്ഷേ സമുദായ നേതാക്കന്മാരെല്ലാം ചോദിച്ചൊരു ചോദ്യമാണ്, മറ്റ് മതങ്ങളെ തൊട്ട് കളിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്ന്. പക്ഷേ ആ ധൈര്യം ഇതുവരെ മുഖ്യമന്ത്രി കാണിച്ചിട്ടില്ല എങ്കിൽ പോലും പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, പൊതുജനങ്ങൾക്കിടയിൽ അത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. പൊതുജനങ്ങളെല്ലാം മുഖ്യമന്ത്രിക്കും MV ഗോവിന്ദനും എതിരെ തിരിയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ സമ്മർദ്ദമാണ് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ലേ. കാരണം ജില്ലാ സമ്മേളനങ്ങളിലടക്കം ഇവർക്കെതിരെ വലിയ വിമർശനമാണ് നേതൃത്വത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഇപ്പോൾ കൃത്യമായ പൊട്ടിത്തെറി പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലേ? ദേവിക, വലിയ വിമർശനം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിയും ഈ രീതിയിൽ ഹൈന്ദവ അധിക്ഷേപവുമായി ഒരുപക്ഷെ വലിയ മുറിപ്പാട് സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള പരാമർശങ്ങളുമായൊക്കെ രംഗത്ത് വന്നതിൽ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് CPM-നുള്ളിൽ നിന്ന് പോലും, മുന്നണിക്കുള്ളിൽ നിന്ന് പോലും ഈ രീതിയിലുള്ള വിമർശനങ്ങൾ, അല്ലെങ്കിൽ എതിർപ്പുകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഹൈന്ദവ ജനതയുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ ഏകപക്ഷീയമായി കടന്നാക്രമിക്കുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നേതാക്കൾ എല്ലാവരും കരുതുന്നത്. പ്രത്യേകിച്ച് ഒരു വിവാദമില്ലാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഇല്ലാതിരിക്കുന്ന സമയത്ത് അനാവശ്യമായി ചില പരാമർശങ്ങൾ നടത്തി, അതും അതീവ രൂക്ഷമായ രീതിയിൽ ഒരു വിശ്വാസ പാരമ്പര്യത്തെ പൂർണ്ണമായും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി നേരത്തെ അനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെയാണ്. ഇതിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കളുടെ ഒരു മാനസികതയിലേക്ക് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഇത്തരം വളരെ മോശമായ രീതിയിലേക്ക് ഒരു മതവിശ്വാസത്തെ, അല്ലെങ്കിൽ ഒരു ധാർമ്മിക ചിന്തയെ അധിക്ഷേപിക്കാൻ കഴിയുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം ഇപ്പോൾ CPM-നുള്ളിൽ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പരാമർശം കഴിഞ്ഞു, അത് അവിടെ അവസാനിക്കണമായിരുന്നു. അതിനുശേഷം ഒരു ഡാമേജ് കൺട്രോളിന് പോലും ശ്രമിക്കാതെ CPM സംസ്ഥാന സെക്രട്ടറി ഹൈന്ദവ വിശ്വാസങ്ങളെ, സനാതന ധർമ്മത്തെ അശ്ലീലമെന്ന രീതിയിൽ വിമർശിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അപഹസിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുള്ളത് വലിയ ഒരു ഭിന്നിപ്പിന് തന്നെ ഇപ്പോൾ മുന്നണിയിലുമൊക്കെ കാര്യമായിട്ടുണ്ട്. കാരണം എല്ലാവരും പറയുന്നത് ഇടത് ജനാധിപത്യ മുന്നണിയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളൊന്ന് ഹിന്ദു സമൂഹമാണ്, ഭൂരിപക്ഷ സമൂഹമാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ ഈ രീതിയിൽ അവഹേളിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമെന്ന് അവർ കൃത്യമായി പറയുന്നു. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സമയമാണ്. മുഖ്യമന്ത്രിയുടെ മുഖം കാട്ടിക്കൊണ്ട് വോട്ട് ചോദിച്ചാൽ വോട്ട് കിട്ടാത്തൊരു തലത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതും ഈ നേതാക്കൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരമടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിന്റെ വീഴ്ചകൾ, ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അടക്കമുള്ള വീഴ്ചകളുടെയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കി ഈ ജനവിഭാഗങ്ങളെ അകറ്റാനുള്ള ശ്രമം സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഒക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ നേതാക്കൾ ചോദിക്കുന്നത്. നമ്മളിതിൽ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് ഇതേ സമാനമായ മുഖ്യമന്ത്രിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ
മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ക്ഷേത്ര കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് അത് തന്ത്രിയും മറ്റുമാണ്. അതിൽ മറ്റുള്ളവർക്ക് അതിൽ സ്റ്റേക്ക് ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ സ്വന്തം മുന്നണിയിലെ സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രി വരെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ തിരുത്തി രംഗത്ത് വരാൻ തയ്യാറെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അത്ര വലിയ അതൃപ്തി മുന്നണിയിലും പാർട്ടിയിലും ഒക്കെ രൂപപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന നേതാക്കൾക്കൊക്കെ ഇത് വലിയ രീതിയിൽ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. എന്തായാലും വരുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട സമ്മേളന വേദികളിലെല്ലാം ഈ രീതിയിലുള്ള വിമർശനങ്ങൾ സജീവമാകും. അനാവശ്യമായി ഭൂരിപക്ഷ സമുദായത്തെ അല്ലെങ്കിൽ ഭൂരിപക്ഷ വിഭാഗങ്ങളെ കടന്നാക്രമിക്കുകയും കാലങ്ങളായി തങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ഉണ്ടായിരുന്ന വോട്ട് അത് ഒഴിവായി പോകാൻ കാരണമാകുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പോകുന്നതിലാണ് അതൃപ്തി ഉണ്ടാകുന്നത്. അതോടൊപ്പം നമ്മൾ നേരത്തെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന അല്ലെങ്കിൽ വിലയിരുത്തലുകൾ CPM തന്നെ വിലയിരുത്തിയ ഒരു കാര്യമുണ്ട്. CPM നിന്ന് ഭൂരിപക്ഷ സമുദായങ്ങളുടെ വോട്ട് ഒഴുകി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് BJP-യിലേക്ക് മറ്റും പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നിരുന്നു. ആ പാഠത്തിൽ നിന്ന് ആ ഒരു തിരിച്ചടിയിൽ നിന്ന് പോലും പാഠം പഠിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല, CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിലപാടുകളിൽ ഒരു പുനർചിന്തനം വേണം എന്നുള്ളതും ഈ പറയുന്ന ഘടകകക്ഷികളടക്കം ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരം ഒരു അഭിപ്രായത്തിലേക്ക്, ഒരു നിലപാടിലേക്ക് ഈ നേതാക്കൾ പോയിട്ടുണ്ട്. നേരത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലടക്കം നടത്തിയ അമിതമായ മുസ്ലിം പ്രീണനം തിരിച്ചടി ഉണ്ടാക്കിയതുപോലെ ഈ ഹൈന്ദവ അധിക്ഷേപവും സർക്കാരിന് വലിയ രീതിയിൽ, അല്ലെങ്കിൽ CPM-ന് ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഈ നേതാക്കളെല്ലാം കണക്കുകൂട്ടുന്നത്. എന്തായാലും പൊതുസമൂഹത്തിലും വലിയ പ്രതിഷേധങ്ങൾ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് BJP പോലെയുള്ള സംഘടനകളൊക്കെ വലിയ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ CPM സംസ്ഥാന സെക്രട്ടറിയുടെയും ഈ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. തുടർച്ചയായ ഇത്തരം അധിക്ഷേപങ്ങൾ സംബന്ധിച്ചാണ് ഈ വിമർശനങ്ങൾ എല്ലാം ശക്തമാകുന്നത്. നേരത്തെ ഈ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ചില തീവ്ര നിലപാടുകാരുടെ സംഘടന CPM പറഞ്ഞിരിക്കുന്നത് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. വളരെയധികം നന്ദി പ്രജിത് മോഹൻ വിവരം നൽകിയത്.